വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പച്ചത്തക്കാളി കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു റെസിപ്പിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കൂടി കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. തോരൻ വയ്ക്കാനുള്ള പച്ചത്തക്കാളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുക്കേണ്ടത്, അല്ലാതെ കുനുകുനാന്ന് കട്ട് ചെയ്യരുത് കേട്ടോ. തക്കാളി സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തോരൻ വയ്ക്കാനുള്ള പാത്രം ചൂടാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. പാത്രം ചൂടായി കഴിഞ്ഞ് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും ചേർക്കാം. സവാള കുറച്ച് കട്ടി കുറച്ചാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറിവേപ്പില ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഉപ്പ് ചേരുമ്പോൾ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. കുറച്ച് കളർ ചേഞ്ച് വരുന്നത് വരെ സവാള വഴറ്റിയെടുക്കണം. ഇതേമാതിരി വഴറ്റിയെടുത്താൽ കറിക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ടാകും. സവാള ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതേമാതിരി ആകുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പച്ചമുളക് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യമായ തേങ്ങ അതിലേക്ക് ചേർക്കണം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ചേർക്കണ്ട, പച്ചമുളക് ചേർത്തിട്ടുള്ളതല്ലേ. ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, നല്ല ജീരകത്തിൻ്റെ പൊടി. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മിക്സിങ് കഴിഞ്ഞു. ഇനി ടൊമാറ്റോ ചേർക്കാം. ഈ തക്കാളിയിൽ നിന്നും ഊർന്നു വന്ന വെള്ളം ഞാൻ ഇതിലേക്കിപ്പോൾ ചേർക്കുന്നില്ല. ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇനിയും ഇറങ്ങിക്കോളും. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകും. ടൊമാറ്റോ തീരെ നേരിയതായിട്ടും ഒരുപാട് കട്ടിക്കും സ്ലൈസ് ചെയ്യരുത്. സാധാരണ പെട്ടെന്ന് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരു തിക്നെസ് വരത്തില്ലേ, അതേപോലെ മതി. ഞാൻ ഇതിലേക്ക് ആ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ടൊമാറ്റോയിൽ നിന്നും വെള്ളം ഇറങ്ങുകയും വേണം. ആ വെള്ളത്തിൽ പാകത്തിന് വേവിച്ചെടുക്കുകയും വേണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും. ടൊമാറ്റോ പാകത്തിന് വേവിച്ചെടുക്കാനും കഴിയില്ല. അടച്ചു വെച്ചു. ലോ ഫ്ലെയിമിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ കൂടിയാണ്. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ടൊമാറ്റോ കൂടി ചേർത്തതല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്. ഒന്നുകൂടി ഇളക്കി ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഇനി അത് സ്വസ്ഥമായിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേകട്ടെ. ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. തോരൻ പാകത്തിന് കുക്കായിട്ടുണ്ട്. വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി പാത്രത്തിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രം കഴിക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ പച്ചത്തക്കാളി തോരൻ റെഡി.